വാഴ്ത്തുന്നു. ഈ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മുഖത്തപ്പെടുത്തുവാൻ ദൈവം എന്ന വലിയ അവസരങ്ങളെ ഓർത്ത് പിന്നെ സ്തുതിക്കുന്നു. സന്ധ്യാവേളയിലെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോട് ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ രാത്രിയിലെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയില് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ചില ദിവസക്കാലം ആണ് നമ്മളെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ പിന്നെയും പ്രാർത്ഥനയിൽ പോരാടാൻ കർത്തൃനാമത്തിൽ ഇന്ന് സമയം ഞാൻ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന സമയം നമ്മോട് സംസാരിക്കട്ടെ. ഹൃദയ കവാടങ്ങളെ തുറന്ന് വളരെ പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മോട് സംസാരിക്കാനുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് നമ്മളോട് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലി നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നമ്മളോട് ഇടപെടുന്ന രാത്രിയാണ്. ഈ രാത്രിയിലെ ദൈവത്തിന്റെ ഭയങ്കരമായ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ആത്മാവിൽ അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. രാത്രി നല്ലത് പകലെന്നില്ല നമ്മൾ ഇടപെടുന്ന ദൈവത്തിന്റെ വലിയ കരുതൽ ഈ രാത്രി ചില കുടുംബങ്ങളെ തൊടുന്ന രാത്രിയാകട്ടെ. തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ, തകർന്നിരിക്കുന്ന വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ആരും നിന്നെ കാണുന്നില്ല, പക്ഷെ ദൈവം നിന്നെ കാണുന്നു. എവിടെയൊക്കെയോ നീ ഒറ്റപ്പെട്ട്, എവിടെയൊക്കെയോ നിരാശപ്പെട്ട്, ഒരു വിടുതലില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടട്ടെ. ഹല്ലേലൂയ. ആരും നിന്നെ കൈക്കൊള്ളാനില്ല, പക്ഷെ ദൈവം നിന്നെ കൈവിടുകയില്ല. ആരും നിന്നെ ചേർക്കാനില്ല, പക്ഷെ തമ്പുരാൻ നിന്നെ കൈവിടുകയില്ല. ഉറപ്പോടെ അല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എന്തെല്ലാം ലോകത്തിൽ കടന്നു വന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സുരക്ഷിതരാക്കുന്ന ദൈവത്തിന്റെ വലിയ കരം ഈ രാത്രിയില് നമ്മുടെ നടുവിൽ ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. കൃപയോടെ അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ചില ഭവനങ്ങൾക്കകത്ത് ദൈവിക വിടുതലുകൾ നടക്കട്ടെ. ഹല്ലേലൂയ. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവിക പദ്ധതികൾ നടക്കട്ടെ. ദുഷ്ടൻ പലപ്പോഴും തകർത്ത് കളഞ്ഞ മേഖലകളെ മനസ്സിലാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആളത്തമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ഒരു മാനുഷിക ശബ്ദം കേട്ട മടുത്തവരാ, മനുഷ്യന്റെ സൗണ്ട് കേട്ട് നമ്മൾ മടുത്തവരാ. ഹല്ലേലൂയ എന്ന ദൈവ ശബ്ദം കേട്ട് ഇന്ന് രാത്രി പുതുക്കം പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവാത്മാവ് സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തമ്പുരാനെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്റ്ററെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമ്മുടെ ദാസനെയും ദാസിയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നു. വചനം ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണം. കർത്താവ് അത്ഭുതമാക്കണം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ രാത്രിയിൽ നമുക്ക് കർത്തൃസ്ഥലത്തിലായിരിക്കാം. തിരുവനന്തപുരത്തിലെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഇന്ന് രാത്രിയിൽ ഷെയർ ചെയ്യുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 15-ാം അധ്യായം 3-ാമത്തെ വാക്യത്തില് ഇങ്ങനെ കാണുന്നു: കർത്താവ് യഹോവേ, നീ എനിക്ക് എന്ത് തരും? യഹോവയെ കർത്താവേ, കർത്താവ് യഹോവേ, നീ എനിക്ക് എന്ത് തരും? അത് അബ്രാം ദൈവത്തോട് ചോദിച്ചൊരുമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 3-ാമത്തെ വാക്യം: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അത് വാഴ്ത്തപ്പെട്ട കർത്താവ് യെഹെസ്കേലിനോട് ചോദിച്ച ചോദ്യം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാമത്തെ വാക്യം: 2 സഹോദരിമാർ കല്ലറ വാതിൽക്കൽ ചോദിക്കുന്നു, നമുക്ക് വേണ്ടി ഈ കല്ല് 6 ഇരട്ടി മാറ്റും. ഒരാമയും പറയുമ്പോൾ ശക്തിയോടെ. ഇതെല്ലാം നിങ്ങളെ വായിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുള്ള സമയം കൂടെ കളയും. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയത്. 3 ചോദ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയില് ആ ഒരു പദത്തിനകത്തൂടാണ് ഇന്ന് രാത്രി വചനം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നാം വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം: കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? അതിന്റെ മുമ്പിൽ വാക്യമുണ്ട്: അതിന് അബ്രാം കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? പലരും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമായി ഇത്. കർത്താവെ, നിന്നെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എത്ര വർഷമായി? നിന്നെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട് ഇത്ര വർഷമായി. കർത്താവെ, ഇന്ന് വരെ ഒന്നും ആയിട്ടില്ലല്ലോ.
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് കർത്താവെ ഒന്നും എനിക്ക് ആമേൻ നേടാൻ കഴിഞ്ഞില്ലല്ലോ. ആമേൻ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ ആ ചോദ്യത്തിന് മറുപടി 15-ാം അധ്യായത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. അതിന്റെ 15-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ അതിനുശേഷം അബ്രാമിന് ആമേൻ ദർശനത്തിൽ യഹോവ അരുളപ്പെട്ടതെന്നാൽ, അബ്രാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയാണ്. അടുത്ത പദം എന്താണ്? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അതിന് അബ്രാം ദൈവത്തോട് ചോദിച്ചത്, അടുത്തു വന്ന കർത്താവിനോട് ചോദിച്ചതാണ്, കർത്താവേ നീ എനിക്ക് എന്ത് തരും? ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഇത്രയൊക്കെ ആയിട്ട് എന്തെങ്കിലും ദൈവത്തിലെ പ്രാപിച്ചോ ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രാപിച്ചതിന്റെ ഒരു കണക്ക് പറയുക നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയില് പ്രാരംഭത്തിലെ വചനത്തിനോട് ഇടപെടുന്നത് നമ്മളൊക്കെ ദൈവത്തോട് ചോദിക്കും ചോദ്യമാണ്. നമ്മൾ എത്ര ആന്ന് പറഞ്ഞാലും ദൈവത്തോട് ചോദിക്കും, കർത്താവേ നീ എനിക്ക് എന്ത് തരും? നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതാണ്, കൊടുക്കാൻ നമുക്ക് മടിയാം. ആമേൻ, ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടിക്കൊണ്ടേ ഇരിക്കണം, അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം ദൈവത്തോട് ചോദിച്ചത് ഒരു ശ്രേഷ്ഠകരമായ ചോദ്യമാണ്. അതിനർത്ഥം താഴോട്ട് ഞാൻ നിങ്ങളെ ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വീടിനകത്ത് വെച്ച് ഭാര്യയും ഭർത്താവ് ഒത്തിരി നിലവിളിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. വീടിനകത്ത് വെച്ച് ഒത്തിരി ഞരങ്ങി. പക്ഷെ വിടുതൽ വീടിന് പുറത്തു വെച്ചായിരുന്നു. നല്ലൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. കൂടാരത്തിനകത്ത് വെച്ച് നാളുകളെ കരഞ്ഞ ചില വിഷയത്തിന്റെ ചില മറുപടികൾ, കൂടാരത്തിനകത്ത് വെച്ച് ആരും അറിയാതെ, ആരോടും പറയാതെ, ആരും കേൾക്കാതെ ഉള്ളിനകത്ത് ഞരങ്ങിയ ചില വിഷയത്തിന്റെ ചില വ്യക്തമായ ചില മറുപടി കർത്താവ് ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ നല്ല ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുക. ഒത്തിരി നീ ഞരങ്ങിയ വ്യക്തിയാ, ഒത്തിരി നീ ഭാരപ്പെട്ട വ്യക്തിയാ, എന്തെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഉള്ളിനകത്ത് ഞരങ്ങിയ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി ഇടപെടുകയാണ്. നിനക്ക് വേണ്ടി മറുപടി തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാ. എത്ര പേർ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? അപ്പോൾ അബ്രാം ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, കർത്താവേ നീ എനിക്ക് എന്ത് തരും? ഇതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ചോദിക്കുന്നവരാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവേ നീ എനിക്ക് എന്ത് തരും? അബ്രാമിന് ആ സമയത്ത് മക്കളില്ലായിരുന്നു. ഞാൻ മക്കളില്ലാത്തവനാ നടക്കുന്നവല്ലോ, എന്റെ അവകാശി ദമേശക്കാരനായ എലയാസർ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തോട് ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, ആമേൻ, അബ്രാം ദൈവത്തോട് ചോദിച്ചത്. ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ചില മറുപടികൾ കർത്താവ് തരാൻ പോകുകയാണ്. ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിരളി ചൂണ്ടുകയാണ്. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നാളുകളെ നീ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു ചോദ്യത്തിനകത്ത് ബന്ധിക്കപ്പെട്ടവരകത്തുണ്ടെങ്കിൽ അവരോട് ദൈവാത്മ പറയുന്നു, നീ കൂടാരത്തിനകത്ത് വെച്ച് നിലവിളിച്ച നിലവിളിയുടെ മറുപടി എന്റെ ദൈവം നിന്നെ പുറത്തിറക്കി ദൈവം നിന്നെ കാണിക്കും, പുറത്തിറക്കി ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മ പറയുന്നു, നാളെയെ കൊണ്ട് എന്റെ മനസ്സ് ലെവലേശം ഒന്നും ഭാരമില്ല, പക്ഷെ ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്ന ഭക്തന്മാർ പാടി ദൈവത്തെ ആരാധിച്ചതാ. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്നെ പോറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കണ്ണുനീര് കണ്ട ദൈവം, നിന്റെ നിലവിളി കണ്ട ദൈവം, നിന്റെ വിഷയത്തിൻ്റെതായിരിക്കുന്ന മറുപടി തരാൻ വേണ്ടി നിന്നെ കൂടാരത്തിനകത്തുനിന്ന് പുറത്തിറക്കാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമോട് പറഞ്ഞു, അബ്രഹാമേ നീ വീടിനകത്ത് വെച്ച് ഞരങ്ങിയ ഒരു വിഷയം ഉണ്ടല്ലോ, അതിനകത്ത് വ്യക്തമായ ഒരു മറുപടി ഞാൻ തരാൻ പോവാ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചതിന്റെ പുറകിൽ വ്യക്തമായ ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ശുശ്രൂഷ വെച്ചതിന്റെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. നീ എനിക്ക് എന്ത് തരും? മക്കളില്ലാത്തവരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വളരെ സങ്കടകരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ ആരാധിച്ചിട്ട് ഒരു ചോദിച്ചിനമ നിൽക്കുന്ന പലരുമുണ്ട്. എന്നാൽ അവരോടൊക്കെ കർത്താവ് പറയുകയാണ്, നിന്നെ പുറത്തിറക്കി മാനിക്കുന്ന ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നത്. വീടിനകത്ത് ഞരങ്ങിയൊരു വിഷയമുണ്ട്, വീടിനകത്ത് കരഞ്ഞൊരു വിഷയമുണ്ട്, വീടിനകത്ത് സ്തോത്രം ഉത്തരമില്ലല്ലോ കർത്താവേ, എത്ര നാളെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് ചോദിച്ചിട്ട് വിടുതലില്ലാതെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവാത്വ പറയുന്നു, ഇല്ല കുഞ്ഞെ, നിന്റെ കണ്ണുനീര് വീട്ടുകാര് കണ്ടിട്ടില്ല, നിന്റെ കണ്ണുനീര് നിന്റെ സഹോദരങ്ങൾ കണ്ടിട്ടില്ല, നിന്റെ കണ്ണുനീര് നിന്റെ സഭക്കാര് കണ്ടിട്ടില്ല, നിന്റെ കണ്ണുനീര് നിന്റെ കൂടിപ്പറപ്പുകൾ കണ്ടിട്ടില്ല. പക്ഷെ നിന്റെ അവസ്ഥ അറിഞ്ഞ ദൈവം, നിന്നെ
നിന്നെ പുറത്തിറക്കി മാനിക്കുന്ന രാത്രിയാ. എത്ര പേർ ഈ രാത്രി വചനത്തിനകത്ത് പ്രതികരിക്കാൻ തയ്യാറുണ്ട്? നിന്റെ വേദന അറിഞ്ഞൊരു ദൈവം, നിന്റെ കഷ്ടത അറിഞ്ഞൊരു ദൈവം, നിന്റെ നെടുവീർ പറഞ്ഞൊരു ദൈവം, നിന്റെ ഏകാന്തതകൾ അറിഞ്ഞൊരു ദൈവം, നിനക്ക് ആരുമില്ലെന്ന് അറിഞ്ഞിട്ട് നിന്നെ തേടി വന്നൊരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊട്ടുണർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളെ മാനിക്കാം ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നിങ്ങളെ തിരക്ക് നിങ്ങളുടെ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് തോരത്തില്ലെങ്കിൽ ആ തോരാത്ത കണ്ണുനീരുമായി ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ പറയുകയാണ്, നിന്നെ പുറത്തിറക്കി മാനിക്കാം ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആമേൻ. കൂടാരത്തിനകത്ത് വളരെ ഞെരുക്കം അനുഭവിക്കുന്ന, ഭാരപ്പെടുന്ന ചിലരെ കർത്താവ് ഇന്ന് രാത്രി കാണുകയാണ്. ആരോടും പറയാതെ, ആരോടും വേദന ഷെയർ ചെയ്യാതെ കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നു, നിന്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം നിനക്ക് മറുപടി തരുന്ന നാളുകളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ കേട്ട ദൈവ ശബ്ദത്തിന്റെ നിവർത്തീകരണങ്ങൾ നിന്റെ കൂടാരത്തിൽ, നിന്റെ തലമുറയിൽ ദൈവം ചെയ്യാൻ പോവാ. എത്ര പേരാമയും പറയും, നിന്റെ തലമുറയിൽ അസാധാരണ ചില വിടുതലുകൾ നടക്കാൻ പോവാ. നിന്റെ തലമുറയിൽ നീ ചോദിച്ച വിഷയത്തിന്റെ മറുപടി നടക്കാൻ പോവാ. നീ ശൂന്യപ്പെട്ടിരുന്നപ്പോൾ, നിന്റെ വഴി മുഴുവനും അടഞ്ഞപ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ, ദൈവത്തോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ചില മറുപടികൾ സഡൻലി നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടുന്ന രാത്രിയെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും വളരെ ശക്തമായി ദൂത് വിളിച്ചു പറയുകയാ. ആമേൻ. ആമേൻ. കരയുന്ന അബ്രഹാമിനെ കണ്ടിട്ട് ആമേൻ കർത്താവ് വന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്രഹാമേ നീ പുറത്തു വാ. അതിന്റെ 5-ാമത്തെ വാക്യം നിങ്ങളത് കണ്ണോടിച്ചാൽ മതി, ഞാൻ അങ്ങ് വായിച്ചു വിടാം. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു ചെന്നു. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? അകത്തിരുന്ന ഞരങ്ങിയ അബ്രഹാമിനെ പുറത്തു കൊണ്ട് ദൈവാത്മ ചെളു പറയുക, നിന്റെ ഞരക്കത്തിന്റെ ശബ്ദം കേട്ടവൻ നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കും. ഷീജ സിബി ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആ കർത്താവിന്റെ മകൾ ആത്മാവിൽ നിന്ന് പോരാടിക്കാട്ടെ. പരിശുദ്ധാത്മ പറയുന്നു, എവിടെയൊക്കെയോ നിങ്ങളുടെ വഴികളെ ക്ലോസ് ആക്കി നിങ്ങളുടെ ജീവനത്തിന്റെ കണ്ണുനീര് കാണാൻ കാത്തു നിന്നവരുടെ നടുവിൽ നിങ്ങളെ പുറത്തിറക്കി മാനിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ നടുവിലുണ്ട് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വേദന പലരും അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ക്ലേശം പലരും അറിഞ്ഞിട്ടില്ല എന്ന കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടവൻ നിശ്ചയമായും നിന്നോട് കരുണ തോന്നുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളെ പുറത്തിറക്കി മാനിക്കാൻ ദൈവത്തിന് പദ്ധതി. എത്ര പേര് ഹല്ലേലൂയ പറയാൻ തയ്യാറുണ്ട്? നിന്റെ അവസ്ഥകളൊക്കെ മാറാൻ പോവാണെന്ന്, നിന്റെ തകർന്ന അവസ്ഥകൾ മാറാൻ പോവാ. എന്നും കരച്ചിലും, എന്നും വേവലാതിയും, എന്നും പരിതാപകരും, എന്നും പരാതി പറഞ്ഞിരിക്കാനല്ല. ഇന്ന് രാത്രി നിന്റെ അവസ്ഥകളെ മാനിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആത്മതലത്തിനകത്ത് വിശ്വസിക്കുന്നത് പറഞ്ഞാട്ടെ, എന്നെ പുറത്തിറക്കി മാനിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എന്റെ തലമുറയെ കർത്താവ് മാനിക്കും. ഇവിടെ വചനം വായിക്കുന്ന പുറത്തിറക്കിയിട്ട് കർത്താവ് 2 ചോദ്യം ചോദിച്ചു. 2 ചോദ്യമേ ചോദിച്ചുള്ളൂ. 2 ചോദ്യത്തിന് അബ്രഹാമിന് മറുപടി ഇല്ലായിരുന്നു. അബ്രഹാമിന് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ ചോദിച്ചെന്ന് അറിയാമോ? അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ ഒരു ഭാഗത്തോടെ എണ്ണിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. എന്റെ ചിന്ത പറഞ്ഞാൽ എണ്ണാൻ തുടങ്ങിക്കാണ്, പക്ഷെ എണ്ണിയിടത്തൊക്കെ പിന്നെയും നക്ഷത്രം സ്റ്റാർ വിടരാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. കടൽപ്പുറത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കടൽപ്പുറത്തെ മണൽത്തരികളെ എണ്ണി തീർക്കാൻ പറഞ്ഞു. അപ്രകാരം 2 ടെസ്റ്റിനും പരാജയപ്പെട്ടു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ ഒരു ദൂതിലേക്ക് ഞാൻ കയറി വരുന്നത്. ആത്മാവിൽ പ്രാർത്ഥിച്ചോണേ, നീ എഴുതിയത് മുഴുവനും നിനക്ക് പരാജയമാ. എവിടെയൊക്കെയോ നീ പരാജയപ്പെട്ടവളാ. പക്ഷെ കർത്താവ് പറഞ്ഞോടാ, നീ ഇല്ലെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഉണ്ട് എന്ന് എഴുതി ചേർക്കാൻ പോവാ. ആമേൻ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഇല്ലെന്ന മറുപടി പറഞ്ഞ്, പക്ഷെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇതിന്റെ സന്തതി ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുക. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട് പറ, നീ ചോദിക്കുന്നതിൽ അധികമായി തന്ന് നിന്നെ മാനിക്കുന്ന ആ ദൈവത്തിന്റെ കരം അകത്ത് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് വരെ അറിയാത്തൊരു സാന്നിധ്യം ഇന്ന് രാത്രി എന്റെ നടുവിനകത്ത് വ്യാപരിക്കാൻ പോകുക. ഞാൻ ഇല്ല എന്ന് പറഞ്ഞെടുത്ത്, ഞാൻ അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് എന്റെ ദൈവം അത് സാധ്യമാക്കി തീർക്കാൻ പോകുകയാ. ഇന്ന് രാത്രി നിങ്ങളോടും എന്നോടും കർത്താവ് അങ്ങനെ ചോദിച്ചാൽ നമുക്കും ആ മറുപടിയൊക്കെ ഉള്ളൂ, ഇല്ലെന്നുള്ളൂ. സ്തോത്രം. എന്ന കർത്താവ് പറഞ്ഞു, ഇല്ല, നടക്കത്തില്ല.
ഹാലലൂയ. എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞത് നിന്നെ കൊണ്ട് തന്നെ നടത്തിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വചനത്തിനകത്തൂടെ ദൈവം ചിലരെ ഇന്ന് രാത്രി തുടങ്ങുക. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു മീറ്റിംഗ് അത് കേട്ടോ. ഹാലലൂയ. ആളിന്റെ പെരുപ്പത്തലിൽ ആത്മാവിന്റെ ഒരുക്കത്തിലിറങ്ങുന്ന ദൈവമാ. പല രാജ്യങ്ങൾക്കകത്ത് നിന്ന് ജോയിൻ ചെയ്തവിടെ ദൈവത്തിന്റെ ആത്മ ശക്തമായി പറയുന്നു, നീ അനുഭവിക്കുന്ന വ്യതകളെ മാറ്റി നിന്നെ അത്ഭുതമാക്കാം ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിന്തിക്കുന്നത് ഈ ഒരു അത്ഭുതത്തിന് വേണ്ടി വന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാ. കർത്താവ് എന്റെ ലൈഫിനെ ഒന്ന് തിരിക്കാൻ ഒരു അഭിഷേകം എനിക്ക് തരണമേ, എന്റെ ലൈഫ് ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. നിനക്ക് നടക്കാത്ത കാര്യങ്ങൾ നിന്റെ ദൈവം സാധ്യമാക്കി തീർക്കുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നത് സമയം കിട്ടുമ്പോൾ വായിക്കണം. നെഹമ്യാവിന്റെ പുസ്തകം 3-4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന, ഞങ്ങൾ മതിൽ പണിയുന്നു എന്നറിഞ്ഞപ്പോൾ സൻബല്ലത്തും തോബിയാവും പറഞ്ഞൊരു പദമുണ്ട്, ഈ ദുർബലരായ യഹൂദന്മാർ. അങ്ങനെ വചനം വായിക്കുന്നത് അല്ലേ? ഈ ദുർബലരായ ഈ കഴിവില്ലാത്ത യഹൂദന്മാർ, ഒന്നിനും ഗുണം മണമില്ലാത്ത ഈ ഇവന്മാർ എന്തോ ചെയ്യാൻ പോകുന്നു. ഒരു കുറുക്കൻ കയറി നടന്നാൽ ഇടിഞ്ഞു പോകുമെന്ന പരിഹാസങ്ങൾ വന്ന സ്ഥാനത്തും നെഹമ്യാവ് ദൈവത്തിന്റെ പണിക്ക് വേണ്ടി ചുമല് കൊടുത്തതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധ മകളെ വ്യക്തമായി വിളിച്ചു പറയുക, റീമാന ചൂടാറാകൽ ഖമനഗസിയ, ഒന്നും നടക്കത്തില്ലെന്ന വിധി പറഞ്ഞ നടുവിൽ, അറിഞ്ഞും കെട്ടും വഴിയടയ്ക്കാൻ ഭാവിക്കുന്നവരുടെ നടുവിൽ ഒരു മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരുന്ന ആത്മാവ് ദൂത് പറയുക, നെടുമ്പാട് വീഴാൻ തയ്യാറാണെങ്കിൽ നെടുമ്പാട് വീണു. ദൈവത്തിന്റെ പണി നിങ്ങളിൽ ആരംഭിക്കാൻ പോകുക. നിങ്ങളിൽ ചില ദൈവത്തിന്റെ പദ്ധതി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുക. ഉടകമന റഗനഗജന ഹദൽകമനഗസിയ അന്തൽകമനവൈന പ്രബലഗനഗസിയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന്. ഈ സൻബല്ലത്തും തോബിയാവും അറിഞ്ഞതാ. അവരറിഞ്ഞതേ ഉള്ളു, കണ്ടില്ല കേട്ടോ. ചിലർക്ക് കാണണ്ട, കേട്ടാ മതി. സ്വന്തം പറഞ്ഞാട്ട് ഹല്ലേലൂയ. കാണണ്ടെന്ന് കേട്ടാ മതി. കേട്ടപ്പോ തന്നെ ഇവന്മാര് പറഞ്ഞു, ഈ ദുർബലരായ യഹൂദന്മാരെ എങ്ങനെ വിളിച്ച്? ദുർബലർ, ബലമില്ലാത്തവർ, കഴിവില്ലാത്തവർ, പണമില്ലാത്തവർ, മുന്നോട്ട് പോകാൻ ആരോഗ്യമില്ലാത്തവർ. ഹല്ലേലൂയ. എങ്ങനെ നിങ്ങളിത് പണിഞ്ഞു പൂർത്തീകരിക്കും? ദൈവാത്ത പറഞ്ഞ 52 ദിവസം കൊണ്ട് മതിന്റെ പണി തീർത്തുന്നുള്ളതാ. ഒരാമയം പറയാമോ? പരിശുദ്ധാത്മ ദിവസങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. റിമാന ജുഡാറകൾ ഘനകസിയ നടക്കത്തില്ലെന്ന് പറഞ്ഞ പണിയെ ദൈവം നമ്മളെ റീസ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായി. അങ്ങനെയൊക്കെ ദൈവത്തെ പറയുന്നു, നിങ്ങൾ ചില ദൈവത്തിന്റെ പദ്ധതി ഈ ദിവസങ്ങൾ ആരംഭിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാ. ഒത്തിരി പരിഹാസങ്ങൾ, ഒത്തിരി അപമാനങ്ങൾ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരും. ധൈര്യത്തോടെ നിൽക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവാത്മാവ് ഈ രാത്രി നിങ്ങളെ പ്രത്യേകമായിട്ട് അനോയിന്റിങ് ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധാത്മ പറയുന്നു, ചിലതൊക്കെ കേൾക്കേണ്ടി വരും, ചിലതൊക്കെ കാണേണ്ടി വരും. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും കർത്താവ് പറയുന്നു, ദൈവം ആരംഭിച്ച പണിയെ പണി തീർക്കാതെ ദൈവം ആ കരം പിൻവലിക്കത്തില്ല കേട്ടോ. രാമയും പറയാമോ? ഹല്ലേലൂയ. പലരും പിൻപന്മാരെ മാറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി നിങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം പദ്ധതി ഇടുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു ആലോചന പരിശുദ്ധാത്മാവിനെ അറിയുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6 തൊട്ടുള്ള വാക്യങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ച് വായിച്ച 10-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിച്ച് നിങ്ങൾ ധ്യാനിച്ച കർത്താവിന്റെ വേലികൾ വളരെ വർദ്ധിക്കണമെന്ന് ആത്മാവ് അറിയിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ എന്റെ മേൽ നിഴലിടുമ്പോൾ, എന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ നീയും അവരെ പോലെ പ്രവചിക്കും. നല്ലൊരു ആമേൻ പറയാമോ? നീയും അവരെ പോലെ പ്രവചിക്കും. നിനക്കിന്ന് പ്രവചനമില്ല, നിനക്കൊന്ന് ദൂതില്ല. നിന്നെ ഞാൻ അഭിഷേകത്തെ നിറച്ച നീയും ആത്മാവിൽ പ്രവചിക്കും. നീ ആള് മാറിയവനെ പോലെ ആകുമെന്ന സ്തോത്രം. അടുത്തൊരു പദം എന്ന് പറയുന്നത്, ഈ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ നീ
ശക്തമായി ഇത് ചെയ്യണമെന്ന് ആത്മാവ് ഇടപെടുന്നേ. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നീയും അവരെ പോലെ പ്രവചിക്കുന്നവരെ മാറും. ഇവനും പ്രവാചക ഗണത്തിലായോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ചില ഇടത്തുനിന്ന് ഉയരാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ജിൻസിനെ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന രാത്രി എന്ന് ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. എന്തെങ്കിലും ചെയ്യുന്നവരുടെ പോരാട്ടമുണ്ട് കേട്ടോ. ആമേൻ. ഈ കർത്താവിനോട് തന്നെ പോരാട്ടമില്ലായിരുന്നു. കർത്താവ് കൂടെ കൊണ്ട് നടന്ന ആൾക്കാരെ തന്നെ കർത്താവ് ചോദിച്ചില്ലേ, നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ശരിയല്ല, നീ ഭൂതത്തെ പുറത്താക്കുന്ന ബയോത്സവനെ കൊണ്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വീട്ടുകാരന് പറഞ്ഞു, പാസേ അവര് അധികം കൈയടിക്കാൻ പറ്റില്ല, ഒത്തിരി കൈയടിച്ചാൽ പറയും ഭൂതമാന്ന് പറയും. ഈ കൈയടിക്കാതിരുന്നാ പറയും അതും ഭൂതമാന്ന് പറയും. ഇപ്പൊ ദൈവമക്കൾ എന്തോ ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. സംസാരിക്കല്ലേ. ആമേൻ. സ്തോത്രം. ഹല്ലെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഓർത്തോനെ, ഇതൊന്നും കണ്ടിട്ട് ദൈവമക്കൾ പതറിപ്പോകേണ്ട ആവശ്യമില്ല. രാമയും പറയുമ്പോൾ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, യേശുവിന്റെ കൂടെ നടന്ന യഹൂദന്മാർ യേശുവിനെതിരെ കല്ലെടുത്തുന്ന അല്ലേ, യേശുവിന്റെ കൂടെ നടന്ന യഹൂദന്മാർ യേശുവിനെതിരെ കല്ലെടുത്തുന്ന. സ്തോത്രം. അപ്പൊ കൂടെ നിൽക്കുന്നവർ പോലും എന്ത് ചെയ്യും? കല്ലെടുക്കാൻ സാധ്യതകൾ വന്നാലും കർത്താവിനോട് നിൽക്കാൻ ദൈവാത്ത ദൂത് പറയുന്നേ. ആമേൻ. ഹല്ലേലൂയ. നീ ബയോത്സവനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നെന്ന് പറഞ്ഞപ്പോഴും യേശു അവരോട് മറുപടി പറഞ്ഞില്ല. പക്ഷെ ഒരു ദൂത് ദൈവാത്ത നമ്മളാണെങ്കിൽ മറുപടി പറഞ്ഞിട്ട് മിക്കവാറും വൈൻഡപ്പ് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെങ്കിൽ കർത്താവ് മറുപടി പറയാൻ പോയില്ല. എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിന് എതിരെ കടന്നു വന്നാലും ധൈര്യമായിട്ടിരിക്കാം. ദൈവാത്മ ഇടപെടുക കേട്ടോ. നിങ്ങളെ തളർത്തിക്കളയ, തകർത്ത് കളയ, നിങ്ങളെ പിൻപരാക്കി പുറത്തോട്ട് കൊണ്ടുപോകാൻ ശത്രുവിന്റെ ശക്തികൾ നിങ്ങൾക്കെതിരെ ഘോരമായി അവർ അമ്പ ഇതുകൊണ്ട് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, പിടിച്ചു നിൽക്കാൻ കൃപ തരട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്തും തോബിയാവും. ആമേൻ. രണ്ടുപേരും നല്ല പേരൊക്കെയാ, സൻബല്ലത്തും തോബിയാവും അല്ലെ. ആമേൻ. സ്തോത്രം. ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, നെഹമ്യാവിന്റെ പണിയെ ബ്ലോക്ക് ചെയ്യണം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ചില വാക്കുകൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകർന്നു അല്ലെ. സ്തോത്രം. അപ്പൊ ഇവര് വാക്ക് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നെഹമ്യാവിന്റെ പണിയെ തീർക്കാൻ പരിപാടിയായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്നെ കൊണ്ട് തന്നെ ഞാൻ പണി തീർക്കുമെന്നാ പറഞ്ഞ്. രണ്ടുപേരും പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ആത്മാവിൽ ദൂത് പറയുക, നിങ്ങളെ കൊണ്ട് തന്നെ ദൈവത്തിന്റെ പണി ദൈവം ആരംഭിക്കാൻ പോവാ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിലപാടുണ്ട്. റീമാന ചൂടപ്രഭാഷസിയ. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാം ചോദിച്ചു, ചോദ്യം, കർത്താവേ നീ എനിക്ക് എന്ത് തരും? ഇങ്ങനെ ചോദിച്ചവനെ വെളിയിൽ ഇറക്കിയിട്ട് കർത്താവ് പറഞ്ഞു, എണ്ണടാന്ന് പറഞ്ഞു. എണ്ണിട്ടൊന്നും ശരിയാകുന്നില്ല, നമ്മൾ എണ്ണിയാൽ ശരിയാകത്തുമില്ല. സ്വത്രം. എന്നാൽ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, നിനക്കില്ലാതെ പറഞ്ഞതിനെ ഞാൻ ഉണ്ടെന്ന് എഴുതി ചേർക്കാം. കർത്താവ് ചെല്ലു പറയുകയാണ്, നിന്റെ ലൈഫിനകത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കി തരാം. ശാന്തി മോൾ ഒന്ന് പ്രാർത്ഥിക്കുമോളെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് നടക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയം, നിന്നെ കൊണ്ട് അസാധ്യം എന്ന് പറയുന്ന ചില വിഷയം, അറിമാന ചൂട പ്രഭാഷിയ പരിശ്രമിച്ചിട്ട് എന്താ കർത്താവേ എന്നോട് ഇങ്ങനെ, എന്താ കർത്താവ് എനിക്കിങ്ങനെ എന്ന് ചോദിക്കുന്ന ഇതര ചോദ്യങ്ങൾക്ക് വ്യക്തമായ ചില മറുപടി മോളെ ഇന്ന് രാത്രി നിന്റെ തലമേൽ പരിശുദ്ധാത്മാവ് കരം വെക്കാൻ പോവാ. റംധന ഉടപ്രഭാഷി അംദൽ ഖമാനിഹ അതരഘടകജന പ്രൗഷസി അംധനാസി. ഒരിക്കൽ ഗിദയോൻ ചോദിച്ചല്ലേ, കർത്താവേ നാം യഹോവ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ത് കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ ഗിദയോൻ പറയും, ഗിദയോനെ നിനക്കിത് സംഭവിക്കാൻ കാര്യം നീ പരാക്രമശാലി ആയതുകൊണ്ടാ. നീ പരാക്രമശാലി ആയതുകൊണ്ട് നിന്നെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോവാ. മോളെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തെ നിങ്ങളെ ഉറപ്പിക്കാൻ പോവാ. ജീവിതത്തിനകത്ത് അസാധ്യമായി കിടക്കുന്ന ചില മേഖലകളെ എന്റെ ദൈവം സാധിപ്പിച്ചു തരുന്ന രാത്രി എന്ന് പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാ. അതുകൊണ്ട് പുറത്തിറക്കി മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൈവം.
ആമേൻ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. കർത്താവ് ഈ രാത്രിയിൽ ആ പദത്തിനകത്തൂടെ ഒരു വിടുതൽ നടക്കാൻ പോവുക. ആമേ, പുറത്തിറക്കി മാനിക്കും. പുറത്തിറക്കി. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എന്നെ പുറത്തിറക്കി മാനിക്കും. അകത്തിരിക്കാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പുറത്തിറക്കി ദൈവം മാനിക്കും. ഏലിയാവിന് എന്താ കർത്താവ് പറഞ്ഞത്? ഏലിയാവിന്റെ ദൂതൻ എന്താ പറയുന്നറിയാമോ? ഏലിയാവെ, നിനക്കിവിടെ എന്താണ് കാര്യം? നീ പുറത്തിറങ്ങ. പുറത്തിറങ്ങിയവനെ നീ മാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം പറയും, ചില ചട്ടക്കൂട്ടിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവാ. ഒരു അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവാ. ചില കൂടാരത്തിനകത്ത് ദൈവം ചില പുറത്തു കൊണ്ടുവരാൻ പോവാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് പുറത്തു വരാൻ സമയമായി, എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എന്റെ മേലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. കൂടാരത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ചില മറുപടികൾ ഞാൻ ആ പദത്തിനകത്തുനിന്ന് ചിലരുടെ ദൈവാലോചന പറയുവാൻ ദൈവാത്മ പ്രേരിപ്പിക്കുന്നു. കൂടാരത്തിനകത്ത് നിന്ന് നിലവിളിച്ച നിലവിളി കൂടാരത്തിനകത്തുള്ളവർ പോലും കണ്ടിട്ടില്ല. അതാ വേറെ വലിയ വിഷയം. സ്തോത്രം. അബ്രഹാമേ, നീ നിലവിളിച്ച നിലവിളി, ഹല്ലേലൂയ, കൂടാരത്തിനകത്ത് നിന്ന് ആരും കണ്ടിട്ടില്ല, കണ്ടവരൊട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷെ നിന്റെ ഞരക്കത്തിന്റെ ശബ്ദം കേട്ടവൻ ഇന്ന് രാത്രി നിനക്കൊരു വിടുതൽ തരും. ദൈവാത്ത ചിലരെ ഇന്ന് രാത്രിയിൽ ഈ വചനത്താൽ തൊടുന്ന രാത്രിയാ. സോണി പോൾ മോളെ പ്രാർത്ഥിച്ചാണ്. സോണിയ പോൾ, ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, കൂടാരത്തിനകത്ത് വെച്ചത് ഞരങ്ങിയ വിഷയത്തിന് കൂടാരത്തിന്റെ പുറത്തിറക്കി ദൈവം മാനിക്കും കേട്ടോ. ഹല്ലേലൂയ. സന്ധിയിൽ കരച്ചിൽ വന്ന രാപാർക്കും ഉഷസ്സിലോ ആനന്ദ ഘോഷമുണ്ടെന്ന വചനം വായിക്കുന്നത്. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, പുറത്തിറക്കി ദൈവം മാനിക്കും. വീടിനകത്ത് ശ്വാസം മുട്ടി, വീടിനകത്ത് കരഞ്ഞ് ഒരു നേരം വെളുപ്പിക്കത്തെ ദുഷ്ടൻ വെല്ലുവിളിച്ച് തകർത്ത് കളയാൻ വാദിച്ചപ്പോൾ നിനക്ക് ഉയരുതെന്ന ദൈവത്തിന് നന്ദി പറഞ്ഞോണേ. ഇന്ന് രാത്രി പുറത്തിറക്കി മാനിക്കാൻ പോവാ. മെസ്സി, കർത്താവിന്റെ ദാസി, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന ദൈവമാ. ദൈവത്തിന്റെ മാന്യതയിലെ പിടിച്ചു പ്രാപിച്ചോണേ. ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. വീടിനകത്ത് വെച്ച കരഞ്ഞ് മാറത്ത് കരം വെച്ച് ദൈവത്തോട് നിലവിളിച്ച ഇതര വിഷയത്തിനകത്ത് വ്യക്തമായ ചില മറുപടികൾ ദൈവാത്മ വെളിപ്പെടുത്തുന്ന രാത്രിയെന്ന് പരിശുദ്ധാത്മ നമ്മുടെ ദാസിയെ നോക്കി വ്യക്തമായി ഒരു പ്രവചനദൂത് കൈമാറുകയാ. നിലവിളി വൃഥാവല്ല, നിലവിളിച്ചവർക്കൊരു കൊയ്ത്തുണ്ട് കേട്ടോ. വചനമത ഇങ്ങനെ വായിക്കുന്ന നാമെ ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. എങ്ങനെ നിങ്ങൾക്ക്? കണ്ണുനീരോടെ വിതച്ചവർക്കാ ഇന്ന് രാത്രി ഒരു ഹാർവെസ്റ്റിനോട് തയ്യാറായിക്കോ, ഒരു കൊയ്ത്തിനു വേണ്ടി തയ്യാറായിക്കോ. ദൈവത്തിന്റെ മകത്വം അങ്ങയുടെ ദാസ ഇന്ന് രാത്രി തൊടുകയാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇന്നലകളിൽ നിലവിളിച്ച വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി ഉണ്ട് കർത്താവ് എന്ന് അകക്കണ്ണ് തുറന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേലിന്റെ നിലവിളിയുടെ നടുവിൽ സ്വർഗം ഇറങ്ങി വന്നെന്നുള്ളതാണ്. ഇസ്രായേലിനോട് പറഞ്ഞു, ഇസ്രായേലേ, മോശയോട് പറഞ്ഞു, മോശേ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിക്കണം. ഇന്ന് രാത്രി ആന്റി ശക്തമായി പ്രാർത്ഥിച്ചു. കർത്താവ് രാത്രി നിങ്ങളുടെ കുടുംബത്തെ തൊടാൻ പോവുകയാ. നിങ്ങൾക്ക് നടക്കത്തില്ല, വിധി പറഞ്ഞ് അസാധ്യങ്ങളെ ലിസ്റ്റുമായിട്ട് വന്നിരിക്കുക. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, സാധ്യതകളെ വെളിപ്പെടുത്തി ഞാൻ മാനിക്കാൻ പോവാ. അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് വെളിയിലിറക്കി മാനിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമെ തലമുറകളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കാൻ പോവാ. ദൈവത്തിന്റെ മാന്യതകൾ ചില കുടുംബങ്ങൾക്കകത്ത് അതിമഹത്വത്തോടെ ഇറങ്ങി വരുന്ന രാത്രി എന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രിയിലും ഇടപെടുകയാ. ഹല്ലേലൂയ. ഒന്നാമത്തെ പദം നാം ചിന്തിച്ചത്, ഹല്ലേലൂയ, അബ്രഹാം ദൈവത്തോട് ചോദിക്കുക. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ പിതാവാം ദൈവത്തോട് ചോദിക്കുക. ഇന്ന് രാത്രി ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ വിടുതലും കൊണ്ട് മടങ്ങിപ്പോകാവുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് അബ്രഹാമിന്റെ പേരിനെ കൂടെ ഒരു അക്ഷരം കൂടെ കൂട്ടി ഒന്നുകൂടെ അങ്ങ് വർദ്ധിപ്പിച്ചല്ലേ. അബ്രഹാമിന്റെ പണ്ട് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, നിന്റെ പേര് ഞാൻ വർദ്ധിപ്പിക്കും, നിന്റെ പേര് ഇച്ചിരി ഞാൻ നീളം കൂട്ടും എന്നൊക്കെ പറഞ്ഞല്ലേ ഇറക്കിയത്. അതുകൊണ്ട് അബ്രഹാമിനെ അബ്രഹാമാക്കി ദൈവമിനെ മാറ്റുകയാ. ആത്മാവിൽ പറയുന്നു, നിന്നെ കൂടാരത്തിന് വെളിയിൽ ഇറക്കി മാനിക്കും. നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിനക്ക് മേശയൊരുക്കി ഇന്ന് രാത്രി ദൈവം നിന്നെ മാനിക്കും.
ഹല്ലേലൂയ. നീ രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞവിടെ നടുവിൽ നീ രക്ഷപ്പെടും, നീയും നിന്റെ സന്തതിയും രക്ഷപ്പെടാൻ പോവാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. പ്രതികരിക്കുന്നവർ അല്പസമയം പ്രതികരിച്ചാട്ടെ. പരിശുദ്ധാത്മ പറയുന്നു ഹല്ലേലൂയ, നീയും നിന്റെ സന്തതിയും രക്ഷപ്പെടും, നീയും നിന്റെ സന്തതിയും 4 മൂലയ്ക്കകത്ത് ഈ ഭിത്തിക്കെട്ടിനകത്ത് ഒതുങ്ങത്തയുള്ളത് പറഞ്ഞവിടെ നടുവിൽ ഇന്ന് രാത്രി വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? നീ പുറത്തിറങ്ങിയിരിക്കും. വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? നിന്റെ സന്തതി മാനിക്കപ്പെട്ടിരിക്കും. വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? ഒരിക്കലും നീ മാനിക്കപ്പെടാതിരിക്കത്തില്ല. ദൈവത്തിന്റെ മാനിക്കം ഉറപ്പുള്ളവർ ഇന്ന് രാത്രിയിൽ എന്റെ തമ്പുരാൻ എന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നീ കരയുന്ന കരച്ചിലിന്റെ ശബ്ദം കേട്ടവൻ ഇന്ന് രാത്രി നിന്നോട് കരുണ തോന്നുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗത്താണ് ഞാൻ പറഞ്ഞു വന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ 37 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. അവിടെ വചനം ഇങ്ങനെ വായിക്കുന്നു, വാഴ്ത്തപ്പെട്ട ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കാം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? സ്തോത്രം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അബ്രഹാം ദൈവത്തോട് ചോദിച്ചതാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം ദൈവം യെഹെസ്കേലിനോട് ചോദിച്ചത്. ഒരാമയും പറയാമോ? പ്രവാചകനോട് ചോദിക്കാം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്താ ആ യെഹെസ്കേൽ മറുപടി പറഞ്ഞത്? കർത്താവേ, നീ എല്ലാം അറിയാം, നിനക്കെല്ലാം അറിയാം, രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമാണ്, നിനക്കെല്ലാം അറിയാം. കർത്താവ് ചോദിച്ചാൽ ഒരു മറുപടി ഇല്ല. എന്നാൽ ഇന്ന് രാത്രി കർത്താവിനോട് ചോദിച്ചതിനൊക്കെ മറുപടിയുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യെഹെസ്കേലേ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് ഭയങ്കര ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. ആമേ, ആൾക്കാരോട് പ്രവചിക്കുന്നവരെ എനിക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. രാജ്യത്തോട് പ്രവചിക്കുന്നവരെ എനിക്കറിയാം. പക്ഷെ കാലാവസ്ഥയോട് പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ എനിക്ക് ആവശ്യമാണ്. നല്ലൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇവിടെ കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു, കാറ്റിനോട് പ്രവചിച്ചു, കാറ്റ് വന്ന് വിടുതൽ നടന്നു. ഒരാമേൻ പറയട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നത് എവിടെയൊക്കെയോ ദൈവിക വിടുതലുകൾ ചലിക്കാൻ പോവാ. ആമേൻ. നിന്നോട് ദൈവാത്മാവ് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? 37-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം നിങ്ങളുടെ കണ്ണങ്ങോട്ട് ഓടിച്ചാൽ മതി. നിങ്ങൾ വ്യക്തമായിട്ടെന്ന് ഒന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ ആത്മാവോട് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. അപ്പൊ പുറപ്പെട്ടത് എങ്ങനെയാ? യഹോവയുടെ ആത്മാവില. നല്ലൊരു ആമേൻ പറയാമോ? ആമേ. റോസി ജോൺ ആന്റി, എങ്ങനെ പുറപ്പെട്ടത്? യഹോവയുടെ ആത്മാവില. അടുത്തൊരു പദം കാണുന്നുണ്ട്, ആത്മാവിനെ അവിടെ നിർത്തിയെന്ന. ആത്മാവ പുറപ്പെടുവിച്ചെങ്കിൽ നിർത്തിയതും ആത്മാവ. രാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു വ്യക്തിയല്ല നിർത്തിയത്, ആത്മാവ നിർത്തിയത്. അതുകൊണ്ട് ആ രാജ്യത്തെ കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ആത്മാവാണ് ഡയറക്റ്റ് ചെയ്തത്. ആത്മാവ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മഹത്വം കൂടെ ഇറങ്ങി വരുന്ന രാത്രിയാ. വിശ്വസികളുടെ കരകൾ ഉയർത്തി എന്റെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ചിലർക്ക് നല്ല ഉറപ്പില്ല, ഇനി ആരായി എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നതെന്ന്. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ ആൾക്കാർ ഒത്തിരി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. രക്തത്താൽ ക്ഷേമെടുക്കുന്നു, ഒത്തിരി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പലരെയും വിളിക്കുന്നുണ്ട്, പലരും എന്നെയും വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ സമയം ചെലവിടുന്നുമുണ്ട്. സ്തോത്രം. അവരൊത്തിരി പ്രയാസത്തിലും പ്രതികൂലത്തിലും വന്നതാ. വിദേശ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് ഒന്ന് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞോണേ. നിങ്ങളെ അവിടെ വരെ എത്തിച്ചത് ആത്മാവാണെങ്കിൽ, ഹല്ലേലൂയ, തമ്പുരാന് തെറ്റുപറ്റിയിട്ടല്ല അവിടെ വരെ കൊണ്ടുപോയത്. തമ്പുരാൻ ബെത്തപ്പാടിന്റെ നടുവിൽ ദൈവം അയച്ചതാണെങ്കിൽ ഒരു മഹത്വം നിങ്ങളെ തിരക്കി വരാൻ പോവാ. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്ന ഒരു ദോഷവും വരുത്താതെ വേണം ദൈവം പരിപാലിക്കും. ആമേൻ. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ദൈവം. ആമേൻ പറയാമോ ശ്രദ്ധയോടെ? ഇന്ന് രാത്രി പരിശുദ്ധാന പറയുന്നത്, നിനക്കൊരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്താനല്ല ദൈവം വിളിച്ചു വേർതിരിച്ചത്. നീ ആയിരിക്കുന്ന രാജ്യത്തിനകത്ത് നീ സുരക്ഷിതനായിരിക്കും. ഹല്ലേലൂയ. എന്തെല്ലാം നിനക്കെതിരെ തലപൊക്കിയാലും അതൊന്നും നിന്നെ തൊടത്തില്ലെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപാട് തരികയാ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ആമേൻ. എവിടെ നിർത്തി? താഴ്വരയുടെ നടുവിൽ നിർത്തി. ആര് നിർത്തി? ആത്മാവ്. കരങ്ങൾ ഉയർത്തി ആമേൻ പറയാമോ? എല്ലാവരും പറയണേ, എന്നെ നിർത്തിയത് എന്റെ വീട്ടുകാരല്ല, എന്നെ നിർത്തിയത് എന്റെ സ്വന്തക്കാരല്ല,
എന്നെ നിർത്തിയത് ഇവിടുത്തെ സഭക്കാരെ നേതൃത്വങ്ങളല്ല, എന്നെ ഇവിടെ വരെ കൊണ്ട് നിർത്തിയത് ആത്മാവ. ഉറപ്പുള്ളവർ മാത്രം എന്നോട് ചേർന്ന്. ഹല്ലേലൂയ. എന്നെ നിർത്തിയത് ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ എന്നെ തകർന്നു പോയേന്. പക്ഷെ എന്നെ നിർത്തിയത് ആത്മാവായതുകൊണ്ട് ലേശം ചലിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ആമേൻ. ദൈവമാ നിർത്തിയത് കേട്ടോ, ദൈവമാ. ഉറപ്പിച്ചോണേ. അതുകൊണ്ട് കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിയില് ചിലരെ ആത്മാവിൽ ഇന്ന് രാത്രി തൊടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്നെ തൊടാൻ ദുഷ്ടപിശാചിന് അനുവാദം ദൈവം കൊടുക്കുകയില്ല. നീ കൂടാരത്തിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചതിന് കൂടാരത്തിന് വെളിയിൽ വിടുതലുണ്ടേ. രണ്ടാമത്തെ കാര്യം, നീ ആയിരിക്കുന്ന മേഖലയിൽ നിന്നോട് ദൈവം ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ. ഇറക്കിക്കൊണ്ടുവന്ന കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ജീവൻ പ്രാപിക്കുമോ എന്ന നിന്നെ കൊണ്ട് തന്നെ പ്രവചിപ്പിച്ച് ആ കാറ്റിവിടെ വന്ന് നിഹിതന്മാരെ മേൽ ഊതിയിട്ട് ചിലതൊക്കെ ജീവനുള്ള സൈന്യമായിട്ട് എഴുന്നേക്കാൻ സമയമായി കേട്ടോ. ഇന്ന് രാത്രി പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്ന ചിലരിനകത്തുണ്ട്. കർത്താവിന്റെ ദാസനെ നിങ്ങളുടെ ദൈവാത്മ പറയുന്നു, ഇന്ന് രാത്രി പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്നവർ ഇതിനകത്തുണ്ട്. അവരോട് ദൈവാത്മ പറയുന്നു, നിങ്ങൾ കലങ്ങിപ്പോകണ്ട, നിങ്ങൾ തകർന്നു പോകണ്ട. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യുന്ന രാത്രി. എത്ര പേർ ഉറപ്പുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രിയില് ആകെ തുറന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നൊരു ദൈവം, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവമാ. ഞാൻ ഓർത്തില്ല ഇത്രത്തോളം വരുമെന്ന്, ഞാൻ ഓർത്തില്ല ഞാൻ ഇന്നയോളം വരുമെന്ന്. പക്ഷെ ഇത്രത്തോളം വരുവാൻ ഞാനും എന്റെ കുടുംബമോ എന്തുള്ളപ്പ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ചങ്കുറപ്പോടെ പ്രാർത്ഥിച്ചോ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടാൻ പോകുകയാ. ചില വാക്തത്വങ്ങളും അരുളപ്പാടുകളും ദൈവം നിങ്ങളുടെ കരത്തിൽ തരുന്നുണ്ട്. വാക്തത്വങ്ങൾ അരുളപ്പാടുകൾ തന്ന് ഇന്ന് രാത്രി ദൈവം മാനിക്കുമോ. സുനി ജോൺ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് ആത്മാവ് ദൂത് പറയുകയാ, എവിടെയൊക്കെയോ മറമറ്റി കിടക്കുന്ന ദുഷ്ട അണലിയുടെ വ്യാപാരത്തെ പൊട്ടിക്കാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ അസാധാരണമായ ക്രമ വെളിപ്പെടുത്താൻ പോകുകയാ. ദുഷ്ടപിശാചിന് പറയുകയാണ്, ഞാൻ ഇവിടെ മറമറ്റി കിടക്കും, ഞാൻ നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ അതിനെ കുടഞ്ഞു കളയാൻ ആത്മാവിന്റെ കാഴ്ചപ്പാടുള്ള ദൈവമക്കൾ ഇതിനകത്തുനിന്ന് ആത്മാവിൽ പോരാടിക്കാട്ടെ. ദൈവാത്മ പറയുന്നത്, നിങ്ങളുടെ മീതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചലിക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇന്ന് രാത്രി ചലിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ തിരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. 2 സഹോദരിമാർ വന്ന് ചെന്ന് ചോദിക്കാൻ, നമുക്ക് വേണ്ടി കല്ല് 6 ഇരട്ടി മാറ്റും. ഇന്ന് 2 സഹോദരിമാര് കൂടിയാൽ ഇതിങ്ങനെ പറയുമോ? ഇന്ന് 2 സഹോദരിമാര് കൂടിയ മൂന്നാമത്തെ ഒരാടെ അല്ലേ കുറ്റമേ പറയാറുണ്ട്. സ്തോത്രം. അല്ലേ? എങ്കിലും സ്തോത്രം. അല്ലെ? അതൊക്കെ പറഞ്ഞ് ഉള്ള ആത്മീയത പോലെ കളയുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അവിടെ 2 സഹോദരിമാര് ഓടിച്ചെന്നിട്ട് പറയാ, നമുക്ക് വേണ്ടി. എല്ലാ രാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സഹോദരിമാർ 3 പേരുണ്ടായിരുന്നു അവിടെ. 3 പേര് തമ്മി പറയുന്ന വചനം വായിക്കുന്നത്. ഞാൻ ആത്മാവിൽ പറയുന്നു, എന്റെ പ്രശ്നം എന്റെ സഹോദരിയുടെ വിഷയമാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. എന്റെ സഹോദരിയുടെ വിഷയം എന്റെ വിഷയമാണെന്ന് ഉറപ്പുള്ളവർ എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് രാത്രി ഒന്നിക്കേണ്ട സമയമായി കേട്ടോ, ഒരുമിക്കേണ്ട സമയമായി കേട്ടോ. ഒന്നിച്ച് നിന്ന് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാ. ദൈവാത്മ അടയപ്പെട്ട ചില വാതിന്റെ മുമ്പാകെ ചെന്ന് 2 സഹോദരിമാർ പറയുകയാണ്, നമുക്ക് വേണ്ടി ഈ കല്ല് 6 ഉരുട്ടി മാറ്റും. രാമൻ പറഞ്ഞാട്ടെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാശക്തിയെ തകർത്ത് കളയാം ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഇറങ്ങാൻ പോവാ. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി ആത്മാവിൽ പറയുന്ന, സെരൂബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ അതിനെ സമഭൂമിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നം സമഭൂമിയാകാൻ പോവാ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി ചിലരെ ദൈവാത്മ തൊട്ടിട്ട് പറയുകയാ, നിന്റെ പ്രശ്നം നിനക്ക് വലുതാ എന്ന കർത്താവ് ആദ്യം
അകത്ത് നിനക്കൊരു ജയം തരാൻ പോവാ. ഉടമന റെഗനഗഡഗസിയ, നിനക്ക് അക്കരെ കയറാൻ കഴിയാത്ത വിധത്തിൽ, നിനക്ക് മുന്നോട്ട് കഴിയാത്ത വിധത്തിൽ നിന്നെ ഒതുക്കി കളയുന്ന സെരുബാബേലിന്റെ ശക്തികളെ, ആമേൻ ഹല്ലേലൂയ, അന്ധകാരത്തിന്റെ ശക്തികളെ സെരുബാബേലെ നീ അതിനെ അറ്റാക്ക് ചെയ്യുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. സെരുബാബേലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ അതിനെ സമഭൂമിയാക്കി മാറ്റാൻ. അർത്ഥം ഞാൻ പറയാ, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തിന്റെ അടിത്തറ ദൈവം ഇളക്കി എന്നുള്ളതാ. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ച്, നിന്നെ മുടിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച്, നിന്നെ ഉടച്ച് കളയുമെന്ന് വെല്ലുവിളിച്ച്, ഒരു മഹാപർവ്വതം പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രശ്നങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇളക്കുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ അത് ഇന്ന് രാത്രി തകർക്കുന്ന രാത്രിയാ. നിന്റെ പ്രശ്നം ഏതുമാകട്ടെ, നിന്റെ ഭാരമുള്ള വിഷയം എന്തുമാകട്ടെ, അതിനെ ഇന്ന് രാത്രി തന്നെ ദൈവാത്മാവ് അടിച്ചു മാറ്റുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഒരിക്കൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ ശിഷ്യന്മാരെല്ലാം യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ച, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. നമ്മൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നമുക്ക് അല്പം കൂടെ സാലറി കൂട്ടി തന്ന സന്തോഷം ചാച്ച് നമ്മൾ ഇരിക്കുക. കർത്താവേ, അത് പോരാ, ഇച്ചിരൂടെ സാലറി, അല്ലേ? ആമേൻ, ഇച്ചിരൂടെ ആരോഗ്യം, 2 വർഷം കൂടെ ആരോഗ്യം കൂട്ടിക്കെട്ടാൻ, ആയുസ് കൂട്ടിക്കെട്ടാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വർധനവിന് വേണ്ടി, പല വർധനവിന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്നാൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ ആരും ഇതുവരെ പ്രാർത്ഥിക്കാറില്ല. ഒറ്റ പ്രാർത്ഥന സബ്ജക്റ്റിനും അത് കാണത്തില്ല. കർത്താവിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. നമ്മൾ വലിയ വിശ്വാസം ഉണ്ടെന്ന് വിചാരിച്ചായിരിക്കുന്ന ചില വിഷയം വരുമ്പോൾ നമ്മൾ വിട്ടുപോകും. സ്വത്രം പറയാമോ? ഹല്ലേലൂയ. ഒന്നുമല്ല, പലരും തകർന്നു പോകുന്നത് തലമുറയുമായിട്ടുള്ള ബന്ധത്തില പലരും ഈ ദിവസങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി ശക്തമായി പറയുന്നു, നിന്റെ തകർച്ചകളെ ദൈവം മാറ്റിയിട്ട് നിന്റെ കർത്താവ് നിന്നെ അത്ഭുതമാക്കാൻ പോകും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാ പറയുന്നു, സ്തോത്രം, നീ തകർന്നു പോകത്തില്ല, നീ വീണു പോകത്തില്ല. നിന്റെ വിഷയത്തിനകത്ത് ദൈവിക മറുപടി ഉണ്ടാക്കാൻ പോവാ. ആമേ ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ച, കർത്താവ്, വിശ്വാസം വന്ന് 2026 അങ്ങനെ പ്രാർത്ഥനയോടെ ചേർത്താല്, ആഡ് ചെയ്താൽ നമുക്കൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. വിശ്വാസം വന്ന് 2025 വിശ്വാസം വെച്ചുകൊണ്ട് ഇനിയും പോയി കഴിഞ്ഞാൽ സംഗതി ഓടത്തില്ല. ഓടണം എന്നുണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുക് പണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് ഇങ്ങനെ വചനം വരും, വേരോടെ, എന്താ പറഞ്ഞത്? വേരോടെ പറഞ്ഞ് കടലിൽ നട്ടു പറഞ്ഞ അത് നിങ്ങളെ അനുസരിക്കുമെന്ന. അതിനർത്ഥം എന്നാ ചോദിച്ചാൽ, നിന്റെ പ്രശ്നത്തിന്റെ വേര് പറയാതെ നീ മുന്നോട്ട് പോകത്തില്ല. ഇന്ന് രാത്രി നിന്റെ തടസ്സത്തിന്റെ വേര് പൊട്ടാൻ പോവാ. എത്ര പേര് ആമേൻ പറയും? ചില കാട്ടത്തിയുടെ വേരിനെ പറിച്ചു മാറ്റി നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന രാത്രിയാ. ഉടമനെ നിന്നെ മുന്നോട്ട് വിടാതെ വേണം, നിന്റെ ജോലിയിൽ നിന്നെ മുന്നോട്ട് വിടാതെ, നിന്റെ സന്തതിയെ മുന്നോട്ട് വിടാതെ, നിന്റെ തലമുറയ്ക്ക് ഒരു ക്രമീകരണം ഉണ്ടാകാതെ നാളുകളായിട്ട് അടച്ച അധ്യായം പോലെ നിൽക്കുന്ന ചില ശക്തമായിരിക്കുന്ന ചില കാട്ടത്തിയുടെ വേര് പറിച്ചു മാറ്റിയിട്ട് നിന്നെ വിശ്വാസത്തിനകത്ത് ഉറപ്പിക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ശക്തമായി ഇടപെടുകയാണ്. ആമേൻ. ആത്മാവ് പറയുന്നു, സ്തോത്രം, ഇങ്ങനെയൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ നിങ്ങളെ തിരക്കി വരുന്ന രാത്രിയാ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി തിരക്കി വരുന്ന രാത്രിയാ. ഒന്നും കൊണ്ട് അധൈര്യപ്പെടരുത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ കല്ലിനെ ഉരുട്ടി മാറ്റാൻ കരത്തോട് കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങൾക്ക് പിറകിൽ നമ്മുടെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത്, സ്തോത്രം, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലേ? ഇന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, സ്തോത്രം, അത് തന്നെ അവിടെ വരണം. സ്തോത്രം, അതെന്നോട് മിനിഞ്ഞാന്ന് പറഞ്ഞതിന്റെ മാമൻ ദൈവം കൊടുത്ത അടിയാന്നൊക്കെ പറഞ്ഞ് അവർക്കൂടെ പ്രാർത്ഥിക്കാതെ ഒഴിഞ്ഞു മാറും. എന്നാൽ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ നമ്മുടെ ആധാരങ്ങൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിന്റെ പദ്ധതികളെല്ലാം വെളിപ്പെട്ട് വരാൻ പോവാ. ദൈവത്തിന്റെ സാന്നിധ്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നില്ല? തമ്മിൽ തമ്മിൽ ഇത് പറഞ്ഞാട്ടെ, തമ്മിൽ തമ്മിൽ ഇത് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ലാറുരുട്ടി മാറ്റും. ഇന്ന് കല്ലൊരു തടസ്സം പോലെ നിൽക്കുകയാ. ഹല്ലേലൂയ. കല്ലൊരു തടസ്സം പോലെ നിൽക്കും. ചില തടസ്സങ്ങൾ ചില കുടുംബങ്ങൾക്ക് മാറാൻ പോകട്ടോ.
റമനഘടക ജനം പ്രബല ഹതുനിഘടക സസിയ അധമന ചുടബൽ ഗമനഘടക ശാന്തുൽ ഗമനയാധര. ഈ രാത്രിയിലെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രശ്നത്തെ ദൈവാത്മാവ് അഴിച്ചു മാറ്റാൻ പോകുക. നിന്റെ വിഷയത്തെ ദൈവം അഴിച്ചു മാറ്റാൻ പോകുക. പരിശുദ്ധന്റെ ഭയങ്കരമായ ഒരു സാന്നിധ്യം ഈ രാത്രിയിൽ നിങ്ങളുടെ മൺകൂടാരത്തിന്മേൽ വെളിപ്പെട്ട് വരാൻ പോകുക. ദൈവാത്മ ചിലർ ഇടപെടുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കല്ലാറുരുട്ടി മാറ്റും. ആ ചോദ്യത്തിന് നടുവിൽ ഒരു മഹത്വം ഇറങ്ങി കേട്ടോ, ഒരു മഹത്വം ഇറങ്ങി. കർത്താവ് ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. തമ്മിൽ വിഷയത്തെ ഷെയർ ചെയ്യുന്നവരായി, വിഷയത്തെ ഷെയർ ചെയ്യുന്നവരായി ഇന്ന് രാത്രിയിൽ കർത്താവ് ചിലരെ ഇന്ന് രാത്രിയിൽ അതിനാൽ അഭിഷേകം ചെയ്യാൻ പോവാ. ഗീത എന്ന് പറയുന്ന ഐഡിയിൽ കടന്നു വന്ന ആ കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അസാധ്യമെന്ന് തോന്നിയ ചില വിഷയത്തെ ദൈവ സാധ്യതകൾ ലിസ്റ്റിനകത്ത് പെടുത്താൻ പോകുക. എവിടെയൊക്കെയോ തകർന്നു പോയ ചില മേഖലകൾ, എവിടെയൊക്കെയോ ഉത്തരമില്ലാതെ കിടക്കുന്ന ചില മേഖലകൾ, ആമെ പ്രാർത്ഥിച്ചിട്ട് ഗത്യന്തരമില്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന വിഷയത്തിന്റെ മറുപടികളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിവേഗത്തെ വെളിപ്പെടുത്തി മാനിക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് വിളിച്ചു പറയുക. ഉടകമന റീബൽഖമാന ഗസിയ അർദ്ധമാന വൈഡപ്രബലഘടകസിയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ദൈവാത്മ പറയുന്നു, എന്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല, സകലതും സാധ്യമാകാൻ പോവുക. അനേകയുടെ കരത്തെ ബലപ്പെടുത്താൻ ദൈവം കൃപ തരാൻ പോവാ. അനേകയുടെ നാവിനെ ബലപ്പെടുത്താൻ ദൈവം കൃപ തരാൻ പോവാ. അനേകയുടെ തളർന്ന കരത്തെ ബലപ്പെടുത്താൻ ദൈവം കൃപ തരാൻ പോവാ. ഒരു അസാധാരണ ശുശ്രൂഷയുടെ കൈമാറ്റം ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ അങ്ങയുടെ ദാസിയുടെ മേൽ വ്യാപരിക്കുകയാ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞ ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം നടക്കാൻ പോകുക. ശുശ്രൂഷയിൽ ഒരു കൈമാറ്റം നടക്കാൻ പോകുക. ഒരു അഭിഷേക കൈമാറ്റം ഇന്ന് രാത്രി നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ജോലിക്കകത്ത് ബുദ്ധിമുട്ട് സഹിക്കുന്നവർ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ വലിയ ഭാരം അനുഭവിക്കുന്നവർ, എവിടെയൊക്കെയോ തടഞ്ഞു വെച്ച ചില നന്മകൾ അതിന്റെ പേര് ഭാരപ്പെടുന്നവർ, സന്തതിയുടെ വിഷയത്തിനകത്ത് വിടുതലെന്ന് ഭാരപ്പെടുന്നവർ, ഇന്ന് രാത്രി അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതലുകൾ വ്യാപരിക്കുന്ന രാത്രി എന്ന് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രിയിലും ദൂത് വിളിച്ചു പറയുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. കർത്താവിന്റെ ഭയങ്കരമായ ഒരു മഹത്വം ഇന്ന് രാത്രി ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ഉടഗമന റഗനഗഡഗ ശംഭനാരഗസി. വന്ന ജനമാരും നിരാശയോടെ ഇരിക്കരുത്. ഈ രാത്രി കണ്ണുകൾ അടയ്ക്കും, എല്ലാ അധരകളും അല്പസമയം തുറന്നാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ശക്തമായി ഇന്ന് രാത്രി വിളിച്ചു പറയുക. ദൈവത്തിന്റെ പദ്ധതിക്ക് സമയമായി കേട്ടോ. കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സൈമോൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ ചില ദൈവത്തിന്റെ ടാലന്റുകൾ വെളിപ്പെടാൻ പോകുക. നിങ്ങൾ ചില ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടാൻ പോവുക. ഒരു ദാവീദ് വനാന്തരത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ട ചില അവസ്ഥകൾ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ആരുമൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാതെ, വീട്ടിൽ പിറന്നവര് പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ പലപ്പോഴും ഒറ്റപ്പെട്ടവനെ പോലെ ഭാരപ്പെട്ടപ്പോൾ അതിന്റെ നടുവിലും ജയം തന്ന ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം ചെയ്തോണേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആമെ കാട്ടിൽ പോയ ദാവീദിനെ പാട്ടുകൊടുത്ത് അഭിഷേകം കൊടുത്ത് പുറത്തു കൊണ്ടുവന്ന് രാജ്യം അറിയുന്നവനായി മാറ്റിയെങ്കിൽ ദൈവത്തിന്റെ മകനെ പരിശുദ്ധാത്മ പറയുന്നു, ഒരു ഭയങ്കര ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി ഇന്ന് രാത്രി വിടുവിക്കുന്ന രാത്രിയാ. വാക്തത്വം ദൈവം അകത്ത് തന്നിട്ടുണ്ട്. ആ വാക്തത്വത്തിന്റെ പൂർത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ആത്മാവ് ഇടപെടുക. എവിടെയൊക്കെ അടയപ്പെട്ട ചില നന്മകളെ ദൈവം തുറക്കാൻ പോകട്ടോ. റീമാന ചൂടാറകൾ കമനകശസിയ ലഭിക്കത്തില്ലെന്ന് പരിധി പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുന്ന ചില നന്മകളെ ദൈവം ഇന്ന് രാത്രിയിലെ കരങ്ങളിൽ തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും വെളിപ്പെടുകയാ. എത്ര പേർ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? ചില നന്മയുടെ കെട്ടിനെ ദൈവം പൊട്ടിക്കുന്ന ദൈവദാസനെ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി ദൈവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാ. നിങ്ങൾക്ക് വേണ്ട ദൈവത്തിന്റെ പദ്ധതി ദൈവം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാ. എന്തെല്ലാം ഒളിപ്പോരുകൾ നിങ്ങൾക്കെതിരെ കടന്നു വന്നാൽ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ട്. അതനുഭവിക്കുന്നവരെല്ലാവരും ഇന്ന് രാത്രി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ.
ആമേൻ. മോളി ആമേൻ. സൈമൻ പരിശുദ്ധ ശീമോൻ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ കുടുംബത്തെ നോക്കി വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരു അസാധ്യതയുടെ മേഖലയില, പക്ഷെ കർത്താവ് പറയുന്നു നിങ്ങളെ പുറത്തിറക്കിയ ദൈവം മാനിക്കും. ആമേൻ. പുറത്തിറക്കി അബ്രഹാമിനെ കൂടാരത്തിനകത്തുനിന്ന് പുറത്തിറക്കി മാനിച്ചതുപോലെ ദൈവാത്മാവ് പുറത്തിറക്കി മാനിക്കുമെന്ന് കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ പുറത്തിറക്കാൻ പോ ദൈവാത്മാവ്, എന്നെ പബ്ലിക്കിൽ ഇറക്കാൻ പോ ദൈവാത്മാവ്, 4 പേര് അറിയുന്നിടത്ത് എന്റെ മാന്യത വെളിപ്പെടാൻ പോവാന്ന് പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ജനം ഒരുമിച്ചൊന്ന് തയ്യാറായിക്കാട്ടെ. നെഹമ്യാവ് നെടുമ്പാട് വീണതുപോലെ നിങ്ങൾ നെടുമ്പാട് വീണോ? കർത്താവ് നിങ്ങളിൽ ചില ഭയങ്കര ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവാം. ആമേൻ. നെഹമ്യാവ് നെടുമ്പാട് വീണതുപോലെ നിങ്ങൾ നെടുമ്പാട് വീണോ? നിങ്ങളുമായിട്ട് ചിലരെ ദൈവം കണക്റ്റഡ് ആക്കാൻ പോവാം. നിങ്ങളുമായിട്ട് ചിലരെ കണക്ഷൻ ആകാൻ പോവുക, നിങ്ങളുമായിട്ട് ചിലർ ജോയിൻ ആകാൻ പോവുക. തള്ളിക്കളഞ്ഞതാ കേട്ടോ, ഇത് മൂലക്കല്ലായി മാറാൻ പോവാം. തള്ളിക്കളഞ്ഞ കല ഇത് മൂലക്കല്ലായി മാറാൻ പോവാം. ആർക്കും വേണ്ടത് മാറ്റിയിട്ടതാ, പക്ഷെ ഇത് മൂലക്കല്ലായി മാറാൻ പോവാം. ആർക്കും പ്രയോജനമില്ലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാ, മൂലക്കല്ലാകാൻ പോവാം. എത്ര പേരാമയം പറയാൻ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. നിങ്ങളെ അത്ഭുതമാക്കി ദൈവം പുറത്തു കൊണ്ടുവരും. നിങ്ങളെ അനുഗ്രഹമാക്കി ദൈവം പുറത്തു കൊണ്ടുവരും. അസാധാരണമായ ചില ദൈവിക പദ്ധതികൾ ദൈവാത്മാവ് ചെയ്തെടുക്കും. ദൈവാത്മാവ് അറിയുക. കർത്താവദാസൻ പാസ്റ്റർ അരുൺ എന്ന് പറഞ്ഞ കർത്തൃഭക്തനോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു അബ്രഹാമിനെ പുറത്തെടുത്തതുപോലെ ദൈവം പുറത്തെടുത്തതാ. ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം പുറത്തെടുത്തതാ. ദൈവത്തിന്റെ ഭയങ്കര ഫേവർ അകത്ത് കിടക്കുക. അബ്രഹാം പറഞ്ഞു, ദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, പക്ഷെ ഞാൻ നിന്നെ വലിയൊരു നേഷനാക്കാൻ പോവാം, ഒരു ജാതിയാക്കി നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാം. കർത്തദാസനെ ദൈവാത്മ പറയുന്നു, ഇന്നലകളിൽ വെളിപ്പെടാത്ത ചില ദൈവിക വിടുതലുകൾ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ഇന്ന് രാത്രിയിലും പദ്ധതി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ആത്മാവിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധന്റെ കരം ശക്തിയോടെ ഇടപെടുകയാണ്. ചില പാരമ്പര്യ ശക്തികളെ പൊട്ടിച്ചു മാറ്റി ഈ ദിവസങ്ങൾ അഭിഷേകത്തോടെ പുറത്തു വരുന്ന ആളുകളെന്ന് ഇന്ന് രാത്രിയിലും ആത്മാവിൽ ശക്തമായി ഇടപെടുന്നു. പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്ന് പോരാടി, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാണ്. ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഈ രാത്രി ജനത്തെ ഞാൻ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ വലിയ മഹത്വം ഉണ്ടാകണം. അവർ തമ്മിൽ കല്ലറവാതൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി കല്ലുരുട്ടി കളഞ്ഞല്ലോ ദൈവമേ. അബ്രഹാം ദൈവത്തോട് ചോദിച്ചപ്പോൾ അബ്രഹാമിനെ കൂടാരത്തിന് പുറത്തിറക്കി മാനിച്ചല്ലോ. കർത്താവെ എഗസ്കേലിനെ ദൈവം ശക്തമായ ശുശ്രൂഷകളുടെ ആ പട്ടണത്തിൽ ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ ആത്മാവ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തമായൊരു ദൈവപ്രവൃത്തി നടക്കട്ടെ, നസ്രനായ യേശുവിൻ നാമത്തിൽ. ഒരു വലിയ മഹത്വം ഇറങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അപ്പന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ ദൈവം തന്ന അവസരങ്ങൾക്ക് നന്ദിയപ്പ. ആത്മാവ് ഇന്ന് രാത്രി തന്നെ പ്രവൃത്തി ചെയ്യണം, നന്മയ്ക്കാ ചെയ്യണം. പ്രാർത്ഥന ഘടന സ്തോത്രം യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയിൽ ധാരാളമായി സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് നമ്മൾ അടുത്ത് ചെന്നാൽ ദൈവം നമ്മളോട് അടുത്തു വരും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഉണ്ടാകും. ക്ഷണിക്കപ്പെട്ട കർത്താവിന്റെ ദാസനെ, എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനും നന്ദി അറിയിക്കുന്നു, ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. മൈ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഹല്ലേലൂയ.